എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ വർക്കിൽ കയറിയിട്ട് 17 വർഷം കഴിഞ്ഞു, 18 വർഷമാകുന്നു. അപ്പോഴ് ഞങ്ങൾ അന്നേരം സന്നദ്ധ സംഘടനയുടെ കീഴിലാണ് എടുത്തത്. ഞങ്ങൾക്ക് അന്ന് പൈസ ശമ്പളമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ശമ്പളം തന്ന് ഇങ്ങനെ 7000 രൂപയായി. പക്ഷെ ഈ 7000 രൂപ തന്നെ ഞങ്ങൾക്ക് സമയത്തിന് തരത്തില്ല, ഞങ്ങൾക്കൊരു ആവശ്യം നടക്കത്തില്ല. അപ്പൊ ഞങ്ങൾക്ക് തരേണ്ട ഇത്, ഞങ്ങൾക്ക് തരുന്ന പൈസ കൃത്യസമയത്തിന് തരിക. പിന്നെ ഞങ്ങളിപ്പോ 21,000 അത് ഞങ്ങൾ ചെയ്യുന്ന വർക്കിന് അനുയോജ്യമായി എന്ന് വെച്ചാൽ അവർ ഏത് സമയത്ത് ഞങ്ങളെ വർക്കിന് ഇറങ്ങാൻ പറയുന്നു ആ സമയത്ത് ഞങ്ങൾ ഇറങ്ങുന്നു. ഇപ്പൊ വൈകുന്നേരം 6 മണിക്കാണ് ഒരു റിപ്പോർട്ട് വേണമെന്ന് വെച്ചാൽ അപ്പൊ വീട്ടിൽ പോകണമെന്ന് വെച്ചാൽ ഞങ്ങൾ ആ സമയത്ത് പോകുന്നുണ്ട്. വീട്ടിലുള്ള ഭർത്താവിനെയോ മകനെയോ കൊണ്ടായിരിക്കും രാത്രിയിൽ പോകുന്നത്. അപ്പൊ ഞങ്ങളുടെ വീട്ടുകാർ ഞങ്ങളെ സഹായിക്കും. അതുകൊണ്ട് ഞങ്ങൾക്ക് കൃത്യമായിട്ട് 21,000 രൂപ ന്യായമായ ഒരു ശമ്പളമാണ്. അപ്പൊ അത് തരണം. പിന്നെ അതുമല്ല ഞങ്ങൾക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ ഗവൺമെന്റിന് ഞങ്ങൾക്ക് അത് ചികിത്സിക്കാനുള്ള എന്റെ ഒരു കൂട്ടുകാരി മരണപ്പെട്ടു. അപ്പൊ അവൾ ആശുപത്രി കൊണ്ടുപോയത് ഞാനാണ്. അപ്പൊ അവർക്ക് ഒരു സഹായം ഗവൺമെന്റിന് കിട്ടിയിട്ടില്ല. അപ്പൊ അതുപോലെ അങ്ങനെ ഇനി ഒരു ആശയ്ക്ക് ഉണ്ടാകാൻ പാടില്ല. അപ്പൊ അവർക്ക് ഞങ്ങൾ ജോലിയിലിരിക്കും മരണപ്പെട്ടു പോയ അതിന് ഞങ്ങൾ ഇത്രയും ആൾ വർക്ക് ചെയ്തതായിട്ട് ഒരു പ്രതിഫലം കിട്ടണം ആ വീട്ടുകാർക്ക്. എന്ന് വെച്ചാൽ അവര് ഇത്രയും ചികിത്സിച്ച് കടത്തിലായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു സഹായം കൂടെ ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നത് അത് വലിയ ഉപകാരമായിരുന്നു.